ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ സമ്മതിദായകർ എങ്ങനെയാണ് പ്രതികരിച്ചത്? നമുക്ക് അല്പസമയത്തിനകം തന്നെ ആദ്യ സൂചനകൾ ലഭ്യമാകും. കൃത്യം 8 മണിക്ക്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പെട്ടി എണ്ണി തുടങ്ങും. അത് കഴിഞ്ഞാൽ ബീഹാർ ഏത് രീതിയിലാണ് ചിന്തിക്കുക, നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ബീഹാറിലെ ജനങ്ങളുടെ പ്രതികരണം, നിതീഷ് കുമാർ സർക്കാരിനോടുള്ള ബീഹാറിലെ ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം തന്നെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ വ്യാപ്തി ഒരിക്കലും ബീഹാറിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. രാജ്യം മുഴുവൻ ഏറ്റവും ശ്രദ്ധാപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അറിയുന്നതിനായി ദില്ലിയിലേക്ക് പോവാം. ദില്ലിയിൽ സന്തോഷുണ്ട്. സന്തോഷ്, ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്താണ് അവിടുന്ന് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന കാര്യം? രാജേന്ദ്രൻ, ഇനി 10 മിനിറ്റ് മാത്രം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. 39 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ഏജന്റുമാർ പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യം പോസ്റ്റൽ വോട്ടാണ് എണ്ണുക. ഇത് 8 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. 8:30 ഈ പോസ്റ്റൽ ബാലറ്റിന്റെ ട്രെൻഡുകൾ പുറത്ത് അറിയാൻ കഴിയും. തുടർന്ന് 8:30 വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണലിലേക്ക് കടക്കുകയും 9:30 തന്നെ ആദ്യ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്യുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർട്ടികളാകട്ടെ എല്ലാ പട്നയിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, എല്ലാ പാർട്ടി ആസ്ഥാനങ്ങളിലും. പക്ഷേ നിതീഷും ലാലുവും അവരുടെ ബസ്തികളിൽ തന്നെയുണ്ട്. BJPയുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് ഈ ഫലങ്ങൾ അപ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്കും അവിടെ വോട്ടിംഗ് ഫലം കാണാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വക്താവ് സാംപിത്ര അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. BJPക്ക് വലിയ കോൺഫിഡൻസ് ആണ് ബീഹാർ നൽകിയിരിക്കുന്നത്. തങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ബീഹാറിലാകട്ടെ ജിതിൻ റാം മാഞ്ചി മാധ്യമപ്രവർത്തകരെ കണ്ടു. 190 സീറ്റ് എന്ന ലാലുവിന്റെ അവകാശവാദം പൊള്ളയെന്നാണ് ജിതിൻ റാം മാഞ്ചി പറഞ്ഞത്. NDAയോടൊപ്പമാണ് ഇപ്പോൾ എല്ലാ ജാതി വോട്ടുകളും എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് മഹാദലിതിന്റെ പിന്തുണ ജിതിൻ റാം മാഞ്ചി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഒരു വ്യത്യസ്ത അഭിപ്രായം കണ്ടത് ചിരാഗ് പാസ്വാനിൽ നിന്നാണ്. ചിരാഗ് പാസ്വാൻ പറഞ്ഞത് ലാലു പ്രസാദ് യാദവ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച കളിയാണ് കളിച്ചത്. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പിന്നീട് ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു കാര്യം എന്നാണ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, ജമോയ് ജില്ലയിലെ MP കൂടിയായ ചിരാഗ് പാസ്വാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇരു പാർട്ടികളും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വോട്ടെണ്ണൽ ഫലത്തിനായി. സന്തോഷ്, വളരെ വ്യക്തമാണ്. സന്തോഷ് പറഞ്ഞതുപോലെ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത്തവണ ബീഹാറിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എല്ലാ ഘട്ടങ്ങളിലും തന്നെ സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ നിര തന്നെ കാണാൻ സാധിച്ചിരുന്നു. സ്ത്രീകളെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രങ്ങളും പാർട്ടികൾ, നേതാക്കൾ പ്രത്യേകമായി കൈക്കൊണ്ടിരുന്നു. നമുക്കതിൻ്റെ പോളിംഗ് ശതമാനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തതയോട് ഈ കാര്യം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ സാധിക്കും. ഇത്തവണ കഴിഞ്ഞ 2010 52.7% പോളിംഗ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 56.26, ഇത്തവണ 56.8%. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇത്തവണ സ്ത്രീ വോട്ടർമാരുടെ വലിയ ഒരു സാന്നിധ്യം കാണാൻ സാധിച്ചിരുന്നു. ഇതെന്താണ് ശ്രീരാജ് ഇത് നൽകുന്ന ഒരു സൂചന? കാരണം എല്ലാവരും തന്നെ പ്രത്യേകിച്ച് 3, 4, 5 ഘട്ടങ്ങളിലായി ഇത് വളരെ പ്രകടമായിരുന്നു. കാരണം അത് ഒരുപക്ഷെ നിതീഷ് ഫാക്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. നിതീഷിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന പ്രത്യേകത പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുത്ത ഊന്നൽ, സൈക്കിൾ വിതരണം തുടങ്ങി അങ്ങനെ പല കാര്യങ്ങളും നിതീഷ് സ്ത്രീകളെ ഓറിയൻറ്റഡായിട്ട് ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് BJP കൗണ്ടർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ശ്രമിക്കേണ്ട ഒരു കാര്യം, BJPയുടെ ഒരു ബ്രാൻഡഡായിട്ട് പറഞ്ഞുകൊണ്ട് അത് സ്ത്രീ വിരുദ്ധമാണ്, ദളിത് വിരുദ്ധമാണ് തുടങ്ങിയ സ്ഥിരം പല്ലവികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നില്ല. കാരണം 4 ക്യാബിനറ്റ് മന്ത്രിമാർ ആദ്യമായി വനിതകൾ BJP ആണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ 4 സമയത്തും 4 മുഖ്യമന്ത്രിമാരും ഇപ്പോൾ സ്പീക്കറും ഗുജറാത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുണ്ട്. അതിപ്പോൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ ചർച്ച ചെയ്യാറില്ല. BJP സ്ത്രീ വിരുദ്ധം എന്നുള്ളത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദളിത് വിരുദ്ധം. ഇവിടുത്തെ ആ ചോദ്യത്തിന് മാത്രം ഞാൻ പറയാം, സ്ത്രീ മുന്നേറ്റം ഉണ്ടാകാനുള്ള ഒരു പ്രധാനമായ കാര്യം നിതീഷിൻ്റെ ഈ പ്രവർത്തനം ഒരു പങ്ക് വഹിച്ച് കാണാം. പൊതുവെ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഈ മുമ്പൊന്നുമില്ലാത്ത വിധം സ്ത്രീകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പരമേശ്വരൻ, ഈ നരേന്ദ്രമോദി അവസാനഘട്ട ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നൊരു പൊതുയോഗത്തിൽ പറഞ്ഞിരുന്നു, ഞാനൊരു സ്ത്രീയെ കണ്ടു, ആ സ്ത്രീയോട് ചോദിച്ചു, ആ സ്ത്രീക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അതിലേക്ക് വരുന്നു. അപ്പോൾ ഇതെന്താണ് രാജൻ സാർ പറഞ്ഞതുപോലെ നിതീഷിൻ്റെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളാണോ ഇതിൻ്റെ ഒരു കാരണം? അങ്ങനെ ഒരു കമൻറ്റ് നടത്താൻ പ്രധാനമായിട്ടും കാരണം നിതീഷിൻ്റെ ഈ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP സമർത്ഥമായി ഉപയോഗിച്ചൊരു കാര്യം, ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകൾ തുടങ്ങിയത് നിതീഷ് കുമാറാണ് എന്നൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. കാരണം ആ ക്യാമ്പയിൻ നടത്തിയപ്പോൾ തന്നെ നിതീഷ് കുമാർ പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ വന്നാൽ മദ്യഷാപ്പുകൾ എല്ലാം പൂട്ടുന്നതാണ്, ബാൻ ചെയ്യുന്നതാണ്, പ്രൊഹിബിഷൻ കൊണ്ടുവരും എന്നുള്ള പ്രസ്താവന നിതീഷ് കുമാർ നടത്തിയിട്ടുണ്ട്. കാരണം ഇതും ഇതൊക്കെ തന്നെ ഈ ബിക്കറിംഗ് ഒക്കെ തന്നെ സ്ത്രീ വോട്ടുകളെ ലക്ഷ്യം വെച്ചിട്ടാണ്. രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഞങ്ങളൊക്കെ ബീഹാറിൽ യാത്ര ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ നിന്ന് അപ്രീസിയേഷൻ നിതീഷ് കുമാർ ഉണ്ടായിട്ടുള്ളത് ഈ കുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തതാണ്. അതൊരു വലിയ വിചാരം. നമ്മൾ ബീഹാർ ഗ്രാമങ്ങളിൽ പോകുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. ഒരു ഗ്രാമത്തിൽ നിന്ന് 5-6 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഒരു കുട്ടി സ്കൂളിൽ പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു സൈക്കിൾ കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം ആ രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിതീഷ് കുമാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് സ്വാഭാവികമായിട്ടും നിതീഷ് കുമാറിന് കിട്ടും. അത് BJPക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടറുടെ ഇതിൽ നിന്ന് സൂചിപ്പിച്ചൊരു കാര്യം, ചിരാഗ് പാസ്വാൻ്റെ ഒരു പ്രതികരണം, ആ പ്രതികരണത്തിനകത്തൊരു ആത്മവിശ്വാസക്കുറവില്ലേ? അല്ല, ഈ പാസ്വാൻ്റെ ഒരു പ്രശ്നം രാജേന്ദ്രൻ നമ്മൾ ആദ്യം മുതൽ കാണുന്നതാണ്. ഈ സഖ്യത്തിൻ്റെ ഈ അസംബ്ലി ഇലക്ഷൻ്റെ തുടക്കം മുതൽ കാണുന്നതാണ്. അസ്വസ്ഥത മാഞ്ചി വന്നത് മുതലുള്ള ഒരു അസ്വസ്ഥത പാസ്വാനുണ്ട്. വസ്തുത നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ബീഹാറിലെ പട്ടിക അല്ലെങ്കിൽ പിന്നാക്കക്കാരുടെ ഒരു നേതാവായിട്ട്, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് പാസ്വാൻ വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് മാഞ്ചി NDAയിലേക്ക് വരുന്നത്. അപ്പോൾ മാഞ്ചിയെ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും അന്ന് പാസ്വാൻ നടത്തിയിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയുടെ ഭാഗം തന്നെയായിരിക്കും. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ സീറ്റ് പങ്കുവയ്ക്കുന്ന സമയത്തും പാസ്വാൻ അത്രത്തോളം തൃപ്തനായിരുന്നില്ല. കാരണം അവസാന നിമിഷം BJP അവരുടെ പക്ഷത്ത് അവർക്ക് വച്ചിരുന്ന സീറ്റിൽ നിന്ന് 6-7 സീറ്റ് കൂടി കൊടുത്തിട്ടാണ് മാഞ്ചി അക്കോമഡേറ്റ് ചെയ്തത്. കാരണം മാഞ്ചിയിൽ അത്രത്തോളം പ്രാധാന്യം BJP കണ്ടിരുന്നു എന്നാണ് അതിനർത്ഥം. അതിൻ്റെ ഒരു അസ്വസ്ഥതയായിരിക്കും. വേറൊന്നിപ്പോൾ രാജേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീ വോട്ടർമാരുടെ ഒരു ആംഗിളില്ലേ, അത് ഇപ്പോൾ രാജേട്ടൻ സൂചിപ്പിച്ച കാര്യം തന്നെ ശരിയാണ്. കാരണം ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കിയത് അത് BJP ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ ഒരു സ്കീമാണ്. അതിന് ശേഷം നിതീഷ് തുടർന്നിട്ടുണ്ട്. വേറൊരു കാര്യം എനിക്ക് എൻ്റെ ഒരു അസസ്മെൻറ്റ്, ഒരു BJP അസസ്മെൻറ്റ്, ഈ ഇലക്ഷൻ ഒരു 5-6 മാസം മുമ്പേ BJP ബീഹാറിൽ അതിന് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് സംഘടനകൾ ഈ ലാലുവും നിതീഷും ഒക്കെ തമ്മിലുള്ള സഖ്യം അണിചേരുന്നതിന് മുമ്പ് തന്നെ BJP അതിൻ്റെ പ്രവർത്തനം ഒരു പരിധി വരെ മുന്നോട്ട് പോയിരുന്നു. അതിലൊരു കണക്ക് പറയുന്നത് 40,000 വില്ലേജസാണ് അറൗണ്ട് ബീഹാറിലുള്ള. ഈ 40,000 വില്ലേജസിലും 4-5 തവണ ഒരു മഹാസമ്പർക്ക് അഭിയാൻ എന്ന് പറഞ്ഞിട്ട് BJP സംഘപരിവാർ ഒന്നിച്ചാണ് ഒരു പ്രോഗ്രാം വെച്ചിട്ട് എല്ലാ ഗ്രാമങ്ങളിലും സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. ആദ്യ റൗണ്ട് അത് 3-4 തവണ ചെയ്തു. വേറൊരു കാര്യം, ബീഹാറിൽ സംഘപ്രസ്ഥാനങ്ങളിലുള്ള മുഴുവൻ സമയ പ്രവർത്തകരെ മുഴുവൻ ഇലക്ഷൻ വർക്കിലേക്ക് നിയോഗിച്ചു 4-5 മാസം കൊണ്ട്. ബീഹാറിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 1000-ഓളം പേര് ബീഹാറിന് പുറത്തുള്ള കേൾക്കുന്നത് RSSന്റെ പ്രചാരകന്മാരായിട്ടുള്ള ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്.